നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി നടപടികളെക്കുറിച്ച് വളച്ചൊടിച്ചും കോടതിയെ മോശമായി ചിത്രീകരിച്ചും വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് മാധ്യമങ്ങൾക്കും അഭിഭാഷകർക്കും ജഡ്ജി കർശന മുന്നറിയിപ്പ് നൽകി. കോടതിയെ അപകീർത്തിപ്പെടുത്തുന്ന റിപ്പോർട്ടിംഗ് കോടതിയലക്ഷ്യ നടപടികൾക്ക് കാരണമാകുമെന്ന് ജഡ്ജി വ്യക്തമാക്കി. നടൻ ദിലീപ് 8-ാം പ്രതിയായിരുന്ന കേസിൽ ഡിസംബർ 8-ന് വിധി പ്രഖ്യാപിക്കുകയും ദിലീപിനെ കുറ്റവിമുക്തനാക്കുകയും പൾസർ സുനി ഉൾപ്പെടെ 6 പേരെ കുറ്റക്കാരെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇന്ന് 6 പ്രതികളുടെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ജഡ്ജി ഈ മുന്നറിയിപ്പ് നൽകിയത്. റെക്കോർഡിംഗും വിവരങ്ങൾ കൈമാറലും വിലക്കി. തന്റെ ഭൂതവും ഭാവിയും അന്വേഷിക്കുന്ന വ്യക്തിപരമായ ലേഖനങ്ങളിൽ തനിക്ക് പ്രശ്നമില്ല. എന്നാൽ കോടതി നടപടികളെ വളച്ചൊടിച്ചുള്ള റിപ്പോർട്ടിങ്ങുകൾ ഗൗരവമായി കൈകാര്യം ചെയ്യും. കോടതിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ നൽകുന്നത് കോടതി അലക്ഷ്യമായി കണക്കാക്കുമെന്നും ജഡ്ജി പറഞ്ഞു. കേസിന്റെ കോടതി നടപടികൾ റെക്കോർഡ് ചെയ്യുകയോ മറ്റൊരിടത്തേക്ക് കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജഡ്ജി മുന്നറിയിപ്പ് നൽകി. ലൈംഗികാതിക്രമത്തിന് ഇരയായവരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് വിലക്കുന്ന നിപുൺ സക്സേന വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി നൽകിയ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ട കേസായിരുന്നു ഇതെന്നും ജഡ്ജി ഹണിയം വർഗീസ് എടുത്തു പറഞ്ഞു. എന്നാൽ കേസിലെ റിപ്പോർട്ടിംഗിൽ പലപ്പോഴും ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്നും ജഡ്ജി നിരീക്ഷിച്ചു.